വെൽക്കം ടു മൈ ചാനൽ വിച്ചൂസ് ജേണി. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് പേരായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂ നോസ് മീ ബെറ്റർ. ഇവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനു, ഇത് അബി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതായിരുന്നു. നാല് വർഷങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇവർക്ക് ആർക്കാണ് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ ഫോണിൽ റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ചോദിക്കും. ആർക്ക് എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടുപേർക്കും ഞാൻ കണ്ടോ പേപ്പറൊക്കെ കൊടുക്കുകയാണ്. പേപ്പർ ഉണ്ട്, പിന്നെ പെണ്ണുണ്ട്. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ 3 ഓപ്ഷൻസ് തരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ ചക്കാൻ നേരി ഒരാൾ വാങ്ങാം. അങ്ങനത്തെ രണ്ട് വെറൈറ്റി ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഇവർ കറക്റ്റ് സെലക്ട് ചെയ്യണം. ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ എന്നെ തോക്കണ ആൾക്ക് ചെറിയൊരു പണിഷ്മെൻറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വ്ളോഗിലോട്ട് കടന്നാലോ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഫോണിൽ നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ? എൻ്റെ ഫേവറേറ്റ് കളർ ഏതാണ്? ഞാൻ ഓപ്ഷൻസ് തരാം. റെഡ്, വൈറ്റ്, ബ്ലാക്ക്. കുറച്ച് സമയം കേട്ടോ. 1 2 3 4 5 സ്റ്റോപ്പ്. ഓക്കെ, അതിന് എന്താ എഴുതിയത്? അബി റെഡ്. രണ്ടല്ല, വൈറ്റ്. അപ്പൊ രണ്ടുപേർക്കും പോയിന്റ്സ് 0 മാർക്ക് ചെയ്തിക്കോ. രണ്ടാവും ഞാൻ മനസ്സിൽ വിചാരിച്ചേ. പക്ഷെ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറില്ലേ എന്താ ബ്ലാക്ക് ഇഷ്ടാന്ന്? ഞാൻ കണ്ടിട്ടുണ്ട്. നീ ആ ക്രിസ്മസിന് റെഡ് ഒക്കെ ഇട്ടപ്പോ ഞാൻ എന്തായാലും ഇപ്പൊ എനിക്ക് വൈറ്റ് ഇഷ്ടം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു ഐ പ്രിഫർ കോഫി ഓർ ടീ? എനിക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? 1 2 3 4 5 സ്റ്റോപ്പ്. എന്താ? കോഫി. രണ്ടും കറക്റ്റ് ആട്ടോ. അപ്പൊ 1 മാർക്ക് രണ്ടുപേരും സ്കോർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 15 ക്വസ്റ്റ്യൻസ് ചോദിക്കാല്ലേ, പെട്ടെന്ന് വേണം തീരില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എത്തി നോക്കുന്നുണ്ട്. കറണ്ട് വന്നു. ഇത്ര നേരം ഞങ്ങൾ കറണ്ട് ഇല്ലാണ്ടാണ് വ്ലോഗ് എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ കറണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഈ LED അറേഞ്ച്മെന്റ്സ് ഒക്കെ കറണ്ട് ഉണ്ടെങ്കിലും കിട്ടുള്ളൂ. ഇൻവെർട്ടറിൽ വർക്ക് ആവില്ല. അപ്പൊ എന്തായാലും പെട്ടെന്ന് കറണ്ട് വന്നിട്ടുണ്ട്. ഭയങ്കര മഴയാട്ടോ അവിടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് എ ഹോബി ഐ എൻജോയ് ഇൻ മൈ ഫ്രീ ടൈം? ഞാൻ ഒഴിവ് സമയങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഡാൻസ്, പിന്നെ പാട്ട് പാടാനും, പിന്നെ റീഡിങ്. 1 2 3 4 5 സ്റ്റോപ്പ്. അനു ഡാൻസിങ്. രണ്ടുപേരും സ്കോർ ചെയ്തു. അപ്പൊ 2 മാർക്ക് കേട്ടോ. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 4 ക്വസ്റ്റ്യൻ. ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട്സ് മൈ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്? എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതാണ്? മെലഡീസ്, പിന്നെ ഫാസ്റ്റ് നമ്പേഴ്സ്, അങ്ങനത്തെ സോങ്സ്, പിന്നെ ഇംഗ്ലീഷ് മറ്റേ ഹിപ്പ് ഹോപ്പ് പോലത്തെ അങ്ങനത്തെ ടൈപ്പ് സോങ്സ് ഒക്കെ ഉണ്ട്. അത് 1 2 3 4 5. അനു? മെലഡി. ഓക്കെ, കറക്റ്റാണ്. അപ്പൊ 3 മാർക്ക് കിട്ടി ഗൈസ്. ഫോണായി ടൈയാവാൻ ഞാൻ സമ്മതിക്കില്ല. അടുത്തത് വാട്ട്സ് മൈ ഷൂ സൈസ്? ഇത് രണ്ടുപേരും ചിലപ്പോൾ തെറ്റിക്കും. 5 7 6. 1 2 3 4 5. ani 6. അപ്പൊ അബിയാട്ടോ സ്കോർ ലീഡ്. 3 മാർക്ക്, അനു 2 മാർക്ക് കേട്ടോ. അല്ല, 4 3 അതാ. അനു അബിക്ക് 4, അനുവിന് 3. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? അടുത്തത്, വാട്ട്സ് മൈ ഫേവറേറ്റ് ഹോളിഡേ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഹോളിഡേ ഏതാണ്? അതായത് നമുക്ക് പറയാം ഓണം, ക്രിസ്മസ്, വിഷു. ഇതിലേതാണ് എന്ന് പറയുന്നത്? 1 2 3 4 5. അനു? എനിക്ക് വിഷയായിരുന്നു ഇഷ്ടം. അപ്പോ രണ്ടുപേർക്കും പോയിന്റ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? എനിക്ക് ഏറ്റവും പേടിയുള്ള, ഞാനിപ്പോൾ വല്ല എനിമൽസിനെ അങ്ങനെ എന്തെങ്കിലും പറയാം കേട്ടോ. ഓപ്ഷൻസ് തരട്ടെ. പല്ലി, പാമ്പ്, പാറ്റ. 1 2 3 4 5 സ്റ്റോപ്പ്. പാമ്പ്. ഇപ്പൊ രണ്ടൊരു ടൈ ആയി കേട്ടോ. സമാധാനായി. നീ പാമ്പ് കഴുത്തിൽ
പാമ്പിനെ എനിക്ക് ഇഷ്ടമല്ല, പിന്നെ ഇവര് കഴുത്തിലെടുത്തിട്ടോണ്ട് ഞാൻ ഇട്ടു എന്ന് മാത്രം കേട്ടോ. വാട്ട്സ് മൈ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്? എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ ആരാ പറയാ, മൈ എനിമീസ്. 1 2 3 4 5. ഫാമിലി. ശരിയാണ്. ആക്ച്വലി ഫ്രണ്ട്സും സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യണ രീതി വേറെ, ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യണ രീതി വേറെ, രണ്ടും നല്ലത് തന്നെയാണ് കേട്ടോ. ഇനി എന്താ ഇപ്പൊ എത്ര ക്വസ്റ്റൻ ആയി? ഇപ്പൊ 10ാമത്തെ. 10 ക്വസ്റ്റൻ ആയില്ല എത്ര പെട്ടെന്ന്? ഇല്ല, 10. വാട്ട്സ് എ ചൈൽഡ്ഹുഡ് കാർട്ടൂൺ ഐ സ്റ്റിൽ ലവ്? എനിക്കിപ്പോൾ ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടർ ഏതാണ്? പഴയത് പറയാട്ടോ. പോപ്പോയ് അല്ലേ, പോപ്പോയ്. പിന്നെ ടോം ആൻഡ് ജെറി. പിന്നെ ആരെ പറയാ, ഓസ്വേൾഡ്. 1 2 3 4 5. ടോം ആൻഡ് ജെറി. അപ്പൊ അബി ഒരു മാർക്കിൽ സ്കോർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും ഗൈസ്? പക്ഷെ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പോപ്പായി ഇഷ്ടമാണ്. പോപ്പോ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കുറച്ചുകൂടി ഇഷ്ടം ടോം ആൻഡ് ജെറി. ഓക്കെ ഗൈസ്, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഓർത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇംഗ്ലീഷ് ഒന്നും പറയാൻ എനിക്കല്ല, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ചോദിക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയട്ടെ, ഓപ്ഷൻസ് പറയട്ടെ. എൻ്റെ ഫാമിലിനെ നല്ല വെൽ സെറ്റിൽഡ് ആക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അതൊക്കെ കുറച്ച് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എൻ്റെ ജോബിൽ നല്ലൊരു ഉയർച്ചയിലെത്താൻ വേണ്ടിയിട്ട്. ഈ 3 ഓപ്ഷൻസിൽ ഞാൻ ഏതായിരിക്കും ചൂസ് ചെയ്യാം? ഓക്കെ, 1 2 3 4 5. എന്താ ഒന്നുകൂടി പറഞ്ഞ ക്വസ്റ്റ്യൻ? ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതിനുവേണ്ടി സമയം കഴിഞ്ഞു കേട്ടോ. കൺഫ്യൂഷൻ ആണ്, സാരില്ല. നീ പറഞ്ഞ എന്തായാലും മാർക്ക് ചെയ്യും. ഓക്കെ, നീ മാർക്ക് ചെയ്തോ. അപ്പൊ ചോദിക്കാം, അനു എന്താ? യൂട്യൂബ് പറഞ്ഞാൽ നടക്കണേ. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. യൂട്യൂബ് ജോബിൽ ഞാൻ എങ്ങനെയും കര കയറും, പക്ഷെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്കാണ്. മറ്റേതും ലക്ക് തന്നെയാണ്, എന്നാലും ഇത് കുറച്ചും കൂടി ആൾക്കാർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ വളർന്ന് വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഓക്കെ ആക്കുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടമായി, മനസ്സിലായി? ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായി. ഞാൻ പറയാം, നെഗറ്റീവ്സിനെ അവോയ്ഡ് ചെയ്യണത്, പിന്നെ എല്ലാവരോടും കുറച്ച് പ്ലസൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ടൈപ്പ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പിന്നെ എന്താ പറയുക, എല്ലാവരും നന്നായി കെയർ ചെയ്യുന്നത്. ഇതിലേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി? 1 2 3 4 5. അനു? എല്ലാവരുമായിട്ട് ഭയങ്കര പ്ലസൻ്റ് ആയിട്ട്. എനിക്ക് അതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പൊ എന്നെ ഒരാളിപ്പോ ചീത്ത പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കും. അതെ, എന്റെ നെഗറ്റീവ് ആണോ എന്നാന്ന് അറിയില്ല. മീൻസ് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ ചീത്ത പറഞ്ഞാലും എന്താ ചിരിച്ചോണ്ടിരിക്കണേന്ന് ചോദിക്കാറുണ്ട്. അതാ ശരിയാ, ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടാകാം. ഇവള് പെട്ടെന്ന് കൂളായിട്ട് അങ്ങനെ ഒരു ടൈപ്പാണ്. എനിക്ക് ചില സമയത്ത് തിരിച്ചു പറയാണ്ടിരിക്കുമ്പോഴത്തേക്കും ദേഷ്യം വരും. എനിക്ക് ഇവള് അല്ല, ചില സമയത്ത് അത് നല്ലതാണ്, പക്ഷെ ചില സമയത്ത് തിരിച്ചു പറയാതെ. അതെ, ഞാൻ ഉദ്ദേശിച്ചത് തിരിച്ചു പറയാത്തതല്ല. പക്ഷെ ഇപ്പൊ ചേട്ടൻ ചീത്ത പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ സാറുമാരായാലും ആരായാലും ചീത്ത പറഞ്ഞാലും ഞാൻ ചിരിച്ചോണ്ട് അങ്ങനെ വിഷമം ഉണ്ടാവും, എന്നാലും മാക്സിമം ചിരിച്ചിക്കാൻ നോക്കും. അങ്ങനെയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയാനുള്ള കഴിവും എനിക്ക് കുറച്ച് കുറവാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയ ജോലിക്കൊക്കെ പോയതിനു ശേഷം അങ്ങനെ പറഞ്ഞാലാണ് നമുക്കൊരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് ആട്ടോ ശരിക്കുള്ളത്. ഞാൻ എന്ത് പറഞ്ഞാലും പ്ലസന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അബിക്കാണ് ഇപ്പൊ പോയിന്റ് ലീഡായിട്ട്. ഇപ്പൊ എത്ര പോയിന്റ്സ്? ഇപ്പൊ 12 ക്വസ്റ്റ്യൻ ആയി. 12 ക്വസ്റ്റ്യനിൽ അബിക്ക് എത്ര പോയിന്റാ? എനിക്ക് 6. 2 പോയിന്റോട് കൂടി അബി ലീഡിങ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ബർത്ത്ഡേക്ക്, അവിടെയുള്ള ബർത്ത്ഡേക്ക് ഇവർ രണ്ടുപേരും കൂടി എനിക്കൊരു ബനിയൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ബനിയന്റെ കളർ, അത് ഞാൻ രണ്ടുപേർക്ക് ഓപ്ഷൻ തരില്ല, അവര് ചിന്തിച്ച് പറയണം. 1 2 3 4 5. കഴിഞ്ഞോ? കളർ ബ്ലൂ. കറിയാം.
അതിലെനിക്കൊന്നും പറയാനില്ല, കാരണം ഇവർ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്നാലും ഞാൻ മറന്നു, ചെറുതായിട്ട് ചിലപ്പോൾ മറവിയൊക്കെ വരും എന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഫേവറേറ്റ് ഡ്രസ്. ഓക്കെ, ചുരിദാർ, സാരി, പിന്നെ ജീൻസ് ടോപ്പ്, അങ്ങനെ എന്തെങ്കിലും. 1 2 3 4 5. ജീൻസ് ഉണ്ടോ? അത് ഡ്യൂട്ടിക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഏകദേശം ഇതിന്റെ വിന്നർ ആരാന്ന് എനിക്കന്നായിട്ട് അറിയാം. എന്നാലും നമുക്ക് നമ്മൾ 15 എന്നുള്ളൊരു കണക്ക് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിന് ജയിക്കാൻ ഒരു ചാൻസും കൂടി. എന്നാലും ഞാൻ തരാടി. ഓക്കെ, ഇത് കുറച്ച് ട്രിക്കി അല്ല, മീൻസ് അങ്ങനെ ഇവർക്ക് അങ്ങനെ അറിയുമോന്ന് അറിയില്ല, എന്നാലും പറയാം. ഞാൻ +1 +2 പഠിച്ച സ്കൂളിന്റെ പേര്. ഇന്ന് ഞാൻ കാറി പോകുമ്പോഴും കൂടി ഒരു കാണിച്ചു കൊടുത്തതാട്ടോ. ഇതാണ് സ്കൂൾ എന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓർത്തോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് സമയം കൊടുക്കാം. 1 2 3 4 5. ശ്രീകൃഷ്ണ 1. LFC ലിറ്റിൽ ഫ്ലവർ എന്ന് അതിന്റെ പേര് കേട്ടോ. അപ്പൊ ശ്രീകൃഷ്ണ കറക്റ്റ് ആണ്. ശ്രീകൃഷ്ണ. അപ്പൊ രണ്ടുപേരും കറക്റ്റ് ആക്കി, ഭയങ്കര ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എന്താ ഹൂ നോസ് മീ ബെറ്റർ ആ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പോയിന്റ്സിന്റെ നിലവാരം എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ അബിക്ക് 1 2 3 4 5 6 7 8 9 10 11 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അനുവിന്റെ നോക്കാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 8. അനുവിന് 8 കേട്ടോ. അപ്പൊ 3 പോയിന്റ്സിന്. അപ്പൊ അങ്ങനെ 3 പോയിന്റ്സിന് അബി. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അബി ആൻഡ് സെക്കൻഡ് പ്രൈസ് ഗോസ് ടു അനുപ്രിയ സച്ചി. അങ്ങനെ നമ്മളുടെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതില് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഇനി? അപ്പൊ പണിഷ്മെന്റ് എന്താ പണിഷ്മെന്റ് കൊടുക്കുക അബി? നമുക്ക് വിന്നറിനോട് തന്നെ ഒരു സജഷൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ പണിഷ്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ABCD Z വരെ റിവേഴ്സ് ആക്കി പറയാം. ജി ഉണ്ടല്ലേ? സ്കോപ്പില് F E വരെ എത്തി. ഈ വരെ എത്തിയത് ഡി കയ്യാറായി. 3 സക്സസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ലാണ്ട് അതിന് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതിനൊരു വലിയൊരു കയ്യടി. അപ്പൊ നമുക്കിനി ഗിഫ്റ്റിലേക്ക് കടന്നാലോ? അപ്പൊ ഞാൻ പ്രിയങ്കയെ പോയപ്പോ വാങ്ങിച്ച ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ കോട്ട് എഴുതിയിട്ട് ഞാൻ കൊടുക്കണം. അപ്പൊ ഞാൻ 2 കോട്ട് എഴുതി വെച്ചിട്ട് അവൾക്ക് കൊടുക്കാം. എനിക്കൊരു കോട്ട് വേണേ. അപ്പൊ അതാ നമ്മുടെ കോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാനും മനു ഇതിൽ കോട്ട്സ് ആയിട്ടുണ്ട്. സെയിം കളർ ഒരു പെന്നും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടേ, നല്ല മാച്ച് ആയിട്ടില്ലേ? നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിത് അബിക്ക് ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ അബിക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്യൂ അബി. എനിക്ക് വലിയ കാട്ടി കോട്ടൊന്നും ചെയ്ത് അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വായി തോന്നി എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കിട്ടിയിട്ട് വേണ്ടല്ലോ അവൾക്ക് ലൈഫിൽ സക്സസ് ആവാൻ. എന്നാലും പ്രചോദനം ആയിക്കോട്ടെ. ആദ്യം എൻ്റെ കോട്ടനെ വായിച്ചു. Be yourself, be happy, all the best by you. ഞാൻ കുറേ നേരം എടുത്ത് സ്പാർക്കോട് കൂടി എഴുതിയ കോട്ട് എന്താന്ന് വായിക്കാട്ടോ. കൊറേ നേരം എടുത്ത് ഏകദേശം 15 മിനിറ്റ് എടുത്തിട്ടാട്ടോ എഴുതിയത്. Dream big, sparkle more. Smile. ഞാൻ തന്നെ കാണിക്കാം.
ഓക്കെ, ഇനി എന്താ പറയാ, സെക്കൻഡ് കിട്ടിയ ആൾക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല. സമ്മാനം. അതെ, അവൾക്ക് വിഷമാവണ്ട, ഒരാൾക്ക് മാത്രം ഗിഫ്റ്റ് കിട്ടിയല്ലോ എന്നുള്ള വിഷമം. അപ്പോൾ ഇതാട്ടോ, സെയിം ബ്ലൂവും രണ്ടും ബ്ലൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ അല്ലാണ്ട് തുറന്നു നോക്കൂ. അവളുടെയിലും ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവളും എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിച്ചോക്കാം. ഇത് വായിച്ചിട്ട് ആൾക്ക് അങ്ങനെ നന്നാവാൻ തോന്നിയാലോ. എനിക്കാ നന്നായി തന്നെ. നല്ല ക്യൂട്ടാട്ടോ കാണാൻ, കണ്ടോ? നമ്മൾ പ്രിയങ്കയെന്ന് വാങ്ങിച്ചതാ. എന്റെ തന്നെയാട്ടോ ആദ്യം കിട്ടിയത്. Be the best version of yourself. All the best. കാണിച്ചോ കേട്ടോ. ഇത് എന്റെ കോട്ട തന്നെ അവൾക്ക് ആദ്യം കിട്ടിയത്. രണ്ടുപേർക്ക് എന്റെ കോട്ട ആദ്യം കിട്ടിയത്. എന്ത് ചെയ്യാനാ? ഞാനാണ് രണ്ടുപേർക്കും നന്നാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അടുത്ത കോട്ട് വെക്കുക, അബിയുടെ കോട്ട്. ഇത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. മടക്കി True friends are never apart, maybe in distance but never in heart. With love, Abhi. കാണിച്ചു കൊടുക്കാം, ആൾക്കാർ കാണിച്ചു കൊടുക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഗിഫ്റ്റും കൊടുക്കലെല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, കോഡ്സ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. ഓക്കെ, ഇത് സൂക്ഷിച്ചേക്കൂലേ? പിന്നെ അപ്പൊ ഇനി എപ്പോഴാ നമ്മള് ഇനി കാണാനല്ല, അവര് രാവിലെ അമ്പലത്തിലൊക്കെ തൊഴുത് ഗുരുവായൂർ നമ്മളൊന്ന് പോയി തൊഴും. അതേന് ഉച്ചയാകുമ്പോൾ അവർ വീട്ടിലേക്ക് പോകും. പിന്നെ നമ്മളെന്നാ കാണാന്ന് അറിയില്ല. ഇനി അടുത്ത വട്ടം കാണുമ്പോൾ വേറൊരു വ്ളോഗായിട്ട് വരും. ഇവളിനി എവിടെയാന്നറിയില്ല, ഇവളും ഇനി എവിടെയാന്നറിയില്ല. ഇവള് ചിലപ്പോൾ രാജസ്ഥാനിൽ പോകും, ഇവള് ചിലപ്പോൾ എങ്ങടാ പോവാന്നല്ല, ചിലപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. എവിടെയാണെന്നും അറിയില്ല, ഞാൻ എങ്ങടാ പോവാന്നറിയില്ല. അങ്ങനെ ജോലി കിട്ടിയ ഓരോരുത്തരും ഓരോ വഴിക്കാണല്ലോ. അപ്പൊ ഇനി എന്നാ മീറ്റ് ചെയ്യാന്നറിയില്ല. അപ്പൊ അതുവരേക്കും ഈ ഒരു വീഡിയോയുടെ മെമ്മറി ആയിട്ട് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇനി ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാൻ ട്രൈ ചെയ്യാട്ടോ. അപ്പം നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താലാണ് എനിക്കതൊരു എന്താ പറയുക പ്രചോദനം ആവുള്ളൂ. നമ്മൾ വളർന്നു വരുന്ന ഒരാളല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനി വേണ്ടല്ലേ, ഇനി വേണ്ട. അപ്പൊ ശരി കേട്ടോ, എല്ലാവർക്കും ടാറ്റാ.